ഹായ് ഗായ്സ്, ഇന്ന് പഠിക്കാൻ പോകുന്ന അടുത്ത കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത്, വേർ വർ യു യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടെ ആയിരുന്നു? നീ ഇന്നലെ എവിടെയായിരുന്നു? വേർ വർ യു യെസ്റ്റർഡേ നമ്മൾ സാധാരണ ചോദിക്കാറുള്ള, ഒരു കല്യാണത്തിന് പോയി ഫ്രണ്ടിനെ കണ്ടില്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്സിന് പോയി അന്ന് ഫ്രണ്ട് വന്നില്ല, പിറ്റേ ദിവസം നമ്മൾ ചോദിക്കും വേർ വർ യു യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടെ ആയിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ 2-3 രീതിയിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ പറയാറുള്ള 2-3 രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. ഐ വാസ് സിക്ക് എന്ന് പറയാം, എനിക്ക് വയ്യായിരുന്നു എന്ന് പറയാം. ഐ വാസ് സിക്ക്, ഐ വാസ് അണ്ടർ ദ വെദർ എന്നുള്ള രീതിയിലോ, ഐ വാസ് സിക്ക് എനിക്ക് വയ്യായിരുന്നു, ഐ വാസ് സിക്ക് എനിക്ക് വയ്യായിരുന്നു എന്ന് പറയാം. ഐ വാസ് അറ്റ് വർക്ക്, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, ഞാൻ വർക്കിലായിരുന്നു. ഐ വാസ് അറ്റ് വർക്ക്, ഞാൻ വർക്ക് ഉണ്ടായിരുന്നടാ, ഐ വാസ് അറ്റ് വർക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ വാസ് അറ്റ് ഹോം ഓൾ ഡേ, ഞാൻ ആ ദിവസം ഇന്നലെ മൊത്തം വീട്ടിലായിരുന്നു അങ്ങനെ പറയില്ലേ നമ്മൾ. ഐ വാസ് അറ്റ് ഹോം ഓൾ ഡേ, ഐ വാസ് അറ്റ് ഹോം ഓൾ ഡേ, ഞാൻ ഇന്നലെ മൊത്തം വീട്ടിലായിരുന്നു, അതാണ് ഐ വാസ് അറ്റ് ഹോം ഓൾ ഡേ എന്ന് പറഞ്ഞാൽ. അതേപോലെ നമ്മൾ പറയും ഇന്നലെ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു, ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് ഐ ഹാഡ് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. ഐ ഹാഡ് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വേർ വർ യു യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടെ ആയിരുന്നു? വേർ യു യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടെ ആയിരുന്നു? ഐ വാസ് അറ്റ് വർക്ക്, ഞാൻ വർക്കായിരുന്നു ഇന്നലെ. ഐ വാസ് സിക്ക്, എനിക്ക് തീരെ വയ്യായിരുന്നു. ഐ വാസ് അറ്റ് ഹോം ഓൾ ഡേ, ഞാൻ ഇന്നലെ മൊത്തം വീട്ടിലായിരുന്നു. ഐ ഹാഡ് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, എനിക്ക് ഇന്നലെ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. ഓക്കെ, അതാണ്. വാട്ട് ഡേറ്റ് ഈസ് ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് ഡേറ്റ് എന്നുള്ള. അപ്പം നമ്മൾ പറയും ഇറ്റ് ഈസ് 6th August 2024 അല്ലേ, ഇറ്റ് ഈസ് 6th August 2024 ഇങ്ങനെ പറയും. അതേപോലെ വാട്ട് ടൈം ഈസ്, ഇപ്പം എത്ര സമയമായി? ഇറ്റ് ഈസ് 9 o'clock, ഇറ്റ് ഈസ് 6 o'clock അങ്ങനെ പറയും. ഓക്കെ, സോ അതൊന്ന് സെറ്റാക്കി വെക്കുക.